നമ്മളിപ്പോൾ ഉള്ളത് കുമ്പളങ്ങി 15-ാം വാർഡിലാണ്. ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് എന്തായെന്ന് പറയാവോ? ഞങ്ങള് കുമ്പളങ്ങിയിൽ 15-ാം വാർഡിലുള്ള ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാ മാസവും എല്ലാ വീടുകളിലും പോയി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇത് എടുത്തപ്പോഴേക്കും അവരുടെ വീട്ടിൽ നിന്ന് 3 ചാക്ക് പ്ലാസ്റ്റിക് ഉണ്ടായി. അതിൽ 2 ചാക്ക് ഞങ്ങൾ തരംതിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചാക്കും കൂടി അപ്പോൾ അതും കൂടി എടുത്ത് തരംതിരിച്ചപ്പോഴാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഈ മാല കിട്ടിയത്. അപ്പോൾ ആ മാലയോട് കൂടെ 2 കമ്മലും കൂടി ഉണ്ടായി. അപ്പോൾ മാല എടുത്ത് ഞങ്ങൾ ആ വീട്ടുകാരെ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ് 2 കമ്മലും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും തിരഞ്ഞിട്ടാണ് 2 കമ്മലും കൂടി കിട്ടിയത്. അത് അതിൻ്റെ ജോഡി തന്നെയാണ് അങ്ങനെയായിട്ട്. അപ്പോൾ അത് 4 ലക്ഷത്തിൻ്റെ ഡയമണ്ട് മാലയും അര ഇതായിട്ടുള്ള കമ്മലും ആണ്. എത്ര നാളായി ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഹരിത കേരള സേനയിൽ? 3 വർഷം. 7 വർഷമായി. ഇതിനു മുന്നേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് സ്വർണം കിട്ടിയിട്ടില്ല, പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹരിതകർമ്മസേന തുടങ്ങിയപ്പോൾ തൊഴിലുറപ്പിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടി പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർക്കും തന്നെ മുന്നോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഈ വേസ്റ്റ് എടുക്കണ പണിയല്ല അതുകൊണ്ട്. അപ്പം ഞങ്ങളെ 2 പേരെയുമാണ് റീനാമ്മയുടെ അമ്മച്ചിയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവർ പറഞ്ഞ് ക്ഷമയുള്ള ആൾക്കാരും നല്ല ഇതിലൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വേണമെന്നും പറഞ്ഞ് ഞങ്ങളെ 2 ഇട്ടത്. അത് ആ ഇതിൽ ഞങ്ങൾ എടുത്തോണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ മോളെ വിട്ടതാണ് ഇതിലേക്ക്. അങ്ങനെ ഇപ്പോൾ റീനാമ്മയും ഞാനും കൂടിയാണ് ഒത്തൊരുമിച്ച് എല്ലാ വീടുകളിലും ഞങ്ങൾ പോവുകയും ഇങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കിട്ടുമ്പോൾ പറയും. അത് ഞങ്ങൾ ആ വീട്ടുകാരെ ഏൽപ്പിക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളും നല്ല മനസ്സോടുകൂടി നമ്മൾ 2 പേരും അങ്ങനെ പോകണോണ്ടല്ലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റണേ. ഇപ്പോൾ ഒരാൾ ഒരു കൂട്ടം കിട്ടുമ്പം ഒളിച്ചു വെച്ചിട്ട് അത് മാറ്റണ പരിപാടിയില്ല. അപ്പം ഞങ്ങൾ 2 പേരും ഒരുമിച്ച് എന്ത് സാധനം കിട്ടിയാലും പറയും. അത് അതേപോലെ ആ വീട്ടുകാരെ ഏൽപ്പിക്കും ഞങ്ങൾ. അങ്ങനെ ഈ മാല കിട്ടിയപ്പോൾ അതുപോലെ തന്നെ ചെയ്തത്. നമ്മൾക്ക് അതുകൊണ്ടൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചത്. നമ്മൾ എന്ത് സാധനം നമ്മൾ ഇപ്പോൾ എല്ലാ വീടുകളിലും നടക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസം മറ്റുള്ളവർക്ക് ആ ഒരു മാതൃകാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇന്നുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോണത്. ഇവര് 2 പേരുടെയും വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ്. ഇയാളുടെ ജെസ്സിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് വീൽ ചെയറിലാണ്, കിടപ്പാണ്. വേറെ ഒരു വരുമാനവും ഇല്ല, ഒരു മോൻ മാത്രമേ ഉള്ളൂ. അത് പഠിക്കാനൊക്കെ ആയി വന്നേ ഉള്ളൂ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള വീട്ടിൽ നിന്നാണ് അവര് ഇങ്ങനെ തിരിച്ചു കൊടുത്തത്. അതുപോലെ റീനയുടെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരൻ, 2 പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പനും അമ്മയൊക്കെ വയസ്സാണ്. അപ്പൊ അവർ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും അവര് ഇത് കൊടുക്കാനായിട്ട് വലിയ മനസ്സ് കാണിച്ച്. അപ്പൊ അതിന് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇവര് അവിടെ ചെന്ന് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീട്ടുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഒന്ന് വന്നം നമുക്ക് ഇവർക്ക്. അപ്പൊ ഞാൻ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളപ്പോ കൊടുക്കാന്നും പറഞ്ഞു. അങ്ങനെ ഒരു കാപ്പവൻ വരുന്ന ഒരു 2 പേർക്കും നെക്ലസ് പോട്ടെ, ഇത് ലോക്കറ്റ് 2 പേർക്കും എന്നെ കൊണ്ടാണ് കൊടുപ്പിച്ചത്. അപ്പൊ ആ ചേച്ചി കൂടി നിന്നു. പക്ഷെ അവർക്ക് പുറത്തെല്ലാവരും അറിയണതിനോട് ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആരും അറിയിച്ചില്ല. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ച് ഞങ്ങൾ ഇവരെ പൊന്നാടണിച്ച് ഈ ഒരു കാര്യം എല്ലാവരും അറിയിച്ചു. അതുകൊണ്ട് ഓരോ ചാനലുകാർ വന്നിട്ട് പിന്നെ എല്ലാ ചാനലിലും ഈ വാർത്തകൾ വരികയും ഇവരെ ഓരോരുത്തർ വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വാർഡിലെ അഭിമാനമാണ് ഇവർ 2 പേരും. മറ്റുള്ളവർക്കൊരു മാതൃകയും കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്. ഇന്നിപ്പോൾ വളരെ അഭിമാനകരമായ ഒരു വാർത്തയിലേക്കാണ് ഈ കുമ്പളങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ 2 ഹരിതകർമ്മ സേനാംഗങ്ങൾ 15-ാം വാർഡിലുള്ള റീനയും ജെസ്സിയും അവർ സ്ഥിരമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ മാസം പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 3 ചാക്ക് കെട്ട് പ്ലാസ്റ്റിക് മാലിന്യം അവർക്ക് നൽകി. അതിൽ 2 കെട്ട് പ്ലാസ്റ്റിക് മാലിന്യം അവർ ആ വീട്ടിൽ തന്നെ വെച്ച് തിരിഞ്ഞ് അവർ ഓരോന്നും നല്ലതും ചീത്തയുമായിട്ടുള്ളതെല്ലാം തിരിഞ്ഞ് പെറുക്കിയാണ് അവർ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് 3ാമത്തെ കെട്ട് അഴിക്കാൻ പോയപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അത് തിരിയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ അത് തിരിഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ കെട്ട് അഴിച്ച് തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർക്കൊരു പൊതി ലഭിച്ചു. പൊതി ലഭിച്ചു കഴിഞ്ഞ് ഇവർ അഴിച്ചു നോക്കിയപ്പോൾ അത് തിളങ്ങുന്ന ഒരു വസ്തുവായിട്ടാണ് കണ്ടത്. ആദ്യം അവർക്ക് തോന്നിയത് എന്തോ ഒരു മുത്തുമാല ആണെന്നുള്ളതാണ് അവർക്ക് തോന്നിയത്. അവർ വീട്ടുകാരെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതം വന്നു. കാരണം അവരുടെ കാണാതെ പോയ ഒരു വസ്തുവാണ് അവർക്കത് തിരിച്ചു ലഭിച്ചത്. അവർ നേർച്ചകളും കാഴ്ചകളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണെന്ന് മനസ്സിലായി.
വളരെ സന്തോഷത്തോടെ ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തന്നാൽ മതിയാവുമെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ട് ഒരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് തന്നെ വൈകുന്നേരം തന്നെ വാർഡ് മെമ്പറെ വിളിച്ചു, അവർ വിവരം അറിയിച്ചു. 15-ാം വാർഡാണ്. 15-ാം വാർഡിലെ ലില്ലി റാഫേൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വാർഡിലെ മെമ്പർ. ആ മെമ്പറിനോട് വിവരം പറഞ്ഞു, മെമ്പറെയും വിളിച്ചു. ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് സ്വർണത്തിൻ്റെതായ 2 ലോക്കറ്റാണ് കൊടുത്തത്. ആ ലോക്കറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവരോട് പറഞ്ഞത് എന്താണെന്ന് പറയാം. അപ്പൊ ഈ പൊതി എടുത്തപ്പോൾ അവരോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ആ പൊതിയിൽ ഇനി എന്തെങ്കിലും കൂടെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ജോഡി കമ്മലും കൂടെ കിട്ടി. അപ്പോഴാണ് ഇവരുടെ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടിയ സന്തോഷവും ഇവരാ തിരിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഇത് വന്നപ്പോഴാണ് ഇവരുടെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവരും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന 2 വ്യക്തികളാണ്. ജെസ്സി എന്ന് പറഞ്ഞാൽ ജെസ്സിയുടെ വീട്ടിൽ വളരെ ഭാരാബ്ദമാണ്. ഭർത്താവ് അരയ്ക്ക് കീഴെ തളർന്ന് വർഷങ്ങളോളമായി വീട്ടിൽ കിടപ്പാണ്. അതുപോലെ തന്നെ റീന കൂലിപ്പണിക്കാരനായ ഒരു ഭർത്താവും കുടുംബവുമാണ്. അവിടെയും മാതാപിതാക്കൾ സുഖമില്ലാതെ കിടക്കുകയാണ്. ഇവരെ എല്ലാം പരിപാലിച്ചതിന് ശേഷമാണ് ഈ നിത്യത്തൊഴിലെന്ന് പറയുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാൻ പോകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ ഉത്സാഹിച്ച് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 2 പേർക്കും കൂടെ ആണെങ്കിൽ എങ്ങനെ പോയാലും 10,000 രൂപ വീതം അവർക്ക് ലഭിക്കും. ഇവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും വാങ്ങിച്ച് ഇത് മാലിന്യം എടുത്ത് അത് തരം തിരിച്ച് ഇവർ കൊടുത്തു. അതിൽ നിന്നൊക്കെ ഉള്ള വരുമാനമാണ് ഇവരുടെ ജീവിത മാർഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നത് കേട്ടപ്പോൾ തന്നെ നമ്മൾക്ക് വാക്കുകളില്ല പറയാൻ. കാരണം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ 2 അഭിമാനികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ലോകം മുഴുവനും ഇപ്പൊ അറിഞ്ഞു. ലോകത്തിലുള്ള ജനങ്ങളെല്ലാം ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ചത് കുറഞ്ഞത് 4.5 ലക്ഷം രൂപയെ വിലമതിപ്പുള്ള വസ്തുവാണ് ഇവർക്ക് ലഭിച്ചത്. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെല്ലാം അത് കാണിക്കയില്ല, ഒളിച്ചു വെച്ചുകൊണ്ട് ഇല്ലേ, അങ്ങനെയാണ് ഈ ലോകത്തിപ്പോൾ നടക്കുന്നത്. സത്യസന്ധമായിട്ട് ആരും ഇന്ന് പ്രവർത്തിക്കാറില്ല. എന്നാൽ ഇവർ കാണിച്ചിരിക്കുന്നത് അവരുടെ എളിമയും അവരുടെ വിനയവും അവരുടെ ജീവിത രീതിയും. കാരണം അവരില്ലായ്മയിൽ നിന്ന് വളർന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈശ്വരൻ ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. ഈ ഒരു സംരംഭം ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി മറ്റുള്ളവർക്കൊരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിമാനികളെ ഞങ്ങൾ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ എല്ലാവരും നൽകിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജെയ്സി ചേച്ചിയും റീന ചേച്ചിയും പോലുള്ളവർ ഇന്നത്തെ സമൂഹത്തിൽ ഒരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. ഒപ്പം മറ്റുള്ളവർക്കൊരു പ്രചോദനവും. ക്യാമറമാൻ രാജീവിനൊപ്പം അനുഷ, മലയാളി വാർത്ത, കൊച്ചി.